സ്വന്തം വേദന അറിയുന്നുവെങ്കിൽ നിനക്ക് ജീവനുണ്ടെന്ന് വ്യക്തം. മറ്റുള്ളവരുടെ വേദന മനസ്സിലാകുന്നുവെങ്കിൽ നീയൊരു മനുഷ്യനാണെന്ന് സാരം. ചില അനുഭവങ്ങൾ ചില സമയത്ത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുമെങ്കിലും ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും. പക്ഷെ അത് കേട്ടയാളുടെ മനസ്സിൻ്റെ മുറിവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല. കൈ നിറയെ പണമുള്ളവരല്ല, മനസ്സ് നിറയെ സമാധാനമുള്ളവരാണ് യഥാർത്ഥ സമ്പന്നൻ. രക്തബന്ധമല്ല, വിശ്വാസമാണ് യഥാർത്ഥ ബന്ധം. വിശ്വാസമുണ്ടെങ്കിൽ അപരിചിതർ പോലും നമുക്ക് വേണ്ടപ്പെട്ടവരാകും. വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ പോലും നമുക്ക് അന്യരാകും. ചിലതൊക്കെ അവസാനിപ്പിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കുന്നിടത്താണ് ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ ഒരു പോരാളിയായി മാറുന്നത് ഒന്ന് കാലിടറി വീഴുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരുമില്ല എന്ന സത്യം തിരിച്ചറിയുമ്പോഴാണ്. ജീവിതത്തിൽ നിരാശരാകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുക, ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാം ഫലം തീർച്ചയായും ഒരു ദിവസം നമ്മൾ അനുഭവിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നന്മയുടെ ത്രാസിനെ ഉയർത്തി നിർത്തുക. ഒരാളെ വേദനിപ്പിക്കുന്നത് കടലിലേക്ക് കല്ലെറിയുന്ന പോലെ നിസ്സാരമാണ്. എന്നാൽ അത് കടലിൻ്റെ എത്ര ആഴങ്ങളിലേക്ക് പോകുന്നു എന്ന് ആരും അറിയുന്നില്ല, വേദനിക്കുന്ന ആളൊഴികെ. പ്രതികരണം എന്തായിരിക്കും എന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നെന്ന് വരില്ല. പ്രതികരിക്കേണ്ടയിടത്ത് പ്രതികരിക്കുക തന്നെ വേണം. ജീവിതത്തിൽ എത്ര തോറ്റാലും അവസാനം നമ്മൾ ജയിക്കുന്ന ഒരു ദിവസം വരും. അതിന് നമ്മൾ പരിശ്രമം എന്ന് പറയും. നാട്ടുകാർ അതിനെ അവൻ്റെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞു നടക്കും. ഏറ്റവും നല്ല ആയുധം ക്ഷമയാണ്. ഏറ്റവും വലിയ പ്രതികാരം മൗനമാണ്. ചില വീഴ്ചകൾ കണ്ണു കാണാത്തതുകൊണ്ടല്ല, ചിലരെ കണ്ണടച്ച് വിശ്വസിച്ചതുകൊണ്ടാണ്. കരയാം, നമ്മുടെ സങ്കടങ്ങൾ തീരുവാൻ വേണ്ടി മാത്രം. ചിരിക്കാം, നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ മാത്രം. എന്നാൽ ഒരിക്കലും മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയോ അവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുകയോ ചെയ്യരുത്. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ അറിവ് ഉദിക്കുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു. സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരോട് പ്രതികാരവും അരുത്. ഒന്ന് മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക: ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ആരെയും അമിതമായി ആശ്രയിക്കരുത്. കാരണം വെളിച്ചമുള്ളതുവരെ മാത്രമേ സ്വന്തം നിഴൽ പോലും കൂടെയുണ്ടാവൂ. ആരുടെയും അസ്വസ്ഥതകൾക്ക് മറുപടി നൽകേണ്ടതില്ല. സത്യസന്ധമായി നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യവുമില്ല. ആരോടൊപ്പമാണ് ചിരിച്ചതെന്ന് നിങ്ങൾ മറന്നേക്കാം, പക്ഷെ ആരുടെ കൂടെയാണ് നിങ്ങൾ കരഞ്ഞതെന്ന് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ നമ്മുടെ സൃഷ്ടികളാണ്. വേറെ ആർക്കും അതിൽ ഉത്തരവാദിത്തമില്ല. നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് നല്ല ചിന്തകൾ കൊണ്ടുള്ള ഉയരം തീർക്കണം. അനുഭവങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ച പാഠപുസ്തകം. ഓരോ അനുഭവങ്ങളും പാഠങ്ങളായി എടുക്കുന്നവർക്ക് ജീവിതം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം പകരും. നഷ്ടം മറ്റൊരു ലാഭത്തിനു വേണ്ടിയുള്ള മാറ്റം മാത്രമാണ്. അതിനാൽ നഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടാതിരിക്കുക. എപ്പോഴും നല്ല ചിന്തയോടെ ദിവസം അവസാനിപ്പിക്കുക. കാര്യങ്ങൾ എത്ര കഠിനമായാലും അത് മികച്ചതാക്കാൻ നാളെ നിങ്ങൾക്ക് പുതിയൊരു അവസരം ലഭിക്കാൻ പോവുകയാണ്.